الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുന്നു. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാകുക എന്നതാണ്. ഇഹത്തിലും പരത്തിലും വിജയം അതിലാണ് നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടുന്നത് ഒരു മുസ്ലിമിന്റെ സ്വാർത്ഥതയാണ്, ഒരു മുഅ്മിന്റെ സ്വാർത്ഥതയാണ്. അല്ലാഹു ഇഷ്ടപ്പെടും എന്ന് പറയുന്ന ഏതൊരു കാര്യമുണ്ടെങ്കിലും മുഅ്മിനീങ്ങൾ അതിൽ വളരെ അധികം ജാഗ്രത പുലർത്തുകയും വളരെ ധൃതി കൂട്ടുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിക്കൊണ്ടുവന്ന സ്വഹാബത്ത് കിറാമിന്റെ സ്വഭാവം. അത് തന്നെയായിരുന്നു താബിഉകളും. അതുകൊണ്ട് നാമും ആ ഒരു നിലപാട് ഏത് കാര്യത്തിലും അള്ളാഹുവിന്റെ ഇഷ്ടം നോക്കുന്ന ഒരു സ്വഭാവം, അള്ളാഹു ഒരു വിഷയം ഇഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് അതിൽ ആരുടെ അനിഷ്ടവും വകവെക്കാതെ അത് സ്വീകരിക്കുന്ന ഒരു സ്വഭാവം മുഅ്മിനീങ്ങൾക്കുണ്ടാവണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹും. മൂന്ന് കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈമാൻ ആസ്വദിച്ചു എന്ന്. അതിലാദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത് അള്ളയും അവന്റെ റസൂലും മറ്റെല്ലാത്തിനേക്കാളും എല്ലാവരെക്കാളും പ്രിയപ്പെട്ടതായി മാറുക എന്നതാണ്.
അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുക. അപ്പോഴാണ് നമുക്ക് ശക്തിയും കരുത്തും ഉണ്ടാവുക. എന്നാൽ ഇന്നിന്റെ സമൂഹം പലരുടെയും ഇഷ്ടം പരിഗണിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തെക്കുറിച്ച് അവർക്ക് ഭയമില്ല, ആശങ്കയില്ല, ആഗ്രഹമില്ല. അവർ മറ്റു പലരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുന്നു എന്നതാണ് വർത്തമാന കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാതലായ വശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അവരെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടം എടുക്കുന്നവർക്ക് ധാരാളം നേട്ടങ്ങൾ ഇഹത്തിലും പരത്തിലും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന കാണാം, ഏതൊരാള് അള്ളാഹുവിന്റെ ഇഷ്ടത്തെ പിന്തുടരുന്നുവോ, ജീവിതത്തിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ഇഷ്ടങ്ങളിലുമെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടമാര് പിന്തുടരുന്നുവോ, അള്ളാഹ് ഒരിക്കലും അള്ളാഹു വെറുത്ത ഒരാളെ പോലെ അവനാക്കുകയില്ല. അള്ളാഹു വെറുത്ത ആളുകൾക്ക് നരകം മതിയായതാണ്. എത്ര മോശമായ സങ്കേതമാണ് റബ്ബിന്റെ വെറുപ്പ് സമ്പാദിക്കുന്ന ആളുകൾ. അപ്പോ അതിന്റെ നേരെ വിപരീതമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ. അവർക്കുള്ളത് സ്വർഗമാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹു അവർക്ക് ഇഹത്തിൽ തന്നെ ധാരാളം പദവികൾ വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ധാരാളം ദർജകൾ, പദവികളുണ്ട്. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കാണുന്നവനാണ്. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദുനിയാവിൽ തന്നെ ധാരാളം പദവികൾ നൽകും. അപ്പൊ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സജ്ജനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പുകഴ്ത്തി പറയാറുണ്ട്. അവരിൽ ഭൂരിഭാഗവും ദുനിയാവിൽ കാര്യമായ സമ്പത്തോ അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളോ ഉള്ളവരായിരുന്നില്ല. എന്നിട്ടും നാം അവരെ പുകഴ്ത്തുന്നത് അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും, ജിബ്രീലെ, ഞാൻ ഭൂമിയിൽ ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നു, നീ ഇഷ്ടപ്പെടുക. മലക്കുകളോടത് പറയുക. ജിബ്രീൽ അലൈഹിസ്സലാം പോയി എല്ലാ മലക്കുകളോടും പറയും, അള്ളാഹു ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും അയാളെ ഇഷ്ടപ്പെടണം. അവരെല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ പറയുകയാണ്. അങ്ങനെ ഭൂമിയിലുള്ള സജ്ജനങ്ങളുടെ മനസ്സിലെല്ലാം ഇയാളെ കുറിച്ച് ഒരു ഇഷ്ടം അള്ളാഹു ഇട്ടുകൊടുക്കുന്നു എന്ന്. അപ്പൊ അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ മലക്കുകളും അതുപോലെ സജ്ജനങ്ങളും എല്ലാം അവരെ ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാളെ മരിച്ചാൽ കേൾക്കുന്നവരെല്ലാം ആത്മാർത്ഥമായി ദുആ ചെയ്യും. എത്ര കാലം കഴിഞ്ഞ് അവരെ കുറിച്ച് ഓർമ്മ വന്നാലും പറയും, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് അവരുടെ നാവിൽ നിന്ന് വരും. അപ്പോൾ അങ്ങനെ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അവരെ കുറിച്ചുള്ള ദറജ, പദവി അള്ളാഹു ഉയർത്തും. ദുനിയാവിലും അതുപോലെ തന്നെ പരലോകത്തും അതുപോലെ തന്നെ. മാത്രമല്ല അള്ളാഹ് പറയുന്നു, അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സമാധാനം നൽകും. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്ന ആളുകൾക്ക് മനസ്സിന്റെ സമാധാനമുണ്ടാകും. الذين آمنوا وتطمئن قلوبهم بذكر الله, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഓർമ്മകളെ കൊണ്ട് മനസ്സിന് ശാന്തത കൊടുക്കുകയും ചെയ്ത ആളുകൾ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വരും, ഒരുപാട് പ്രയാസങ്ങൾ വരും. ആ സന്ദർഭത്തിലൊക്കെ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്നും അള്ളാഹുവിന്റെ സഹായമാണ് നിന്ന് രക്ഷയെന്നുള്ളൂ എന്നും ഓർമ്മയിൽ അവർ കൂടുതൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും അള്ളാഹു ധാരാളം അദ്കാറുകൾ ചെയ്യുകയും ചെയ്യും മുഅ്മിനീങ്ങൾ. എന്നാൽ മുനാഫിക്കുകളോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാൽ പിന്നെ അവരെ ഇബാദത്തിന് കിട്ടില്ല, അവരെ സൽക്കർമ്മങ്ങൾ കിട്ടില്ല. അവര് പറയും, എനിക്ക് ആ പ്രയാസം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, അതൊക്കെ മാറിയിട്ട് വരാം എന്നാണ് പറയുക. അതെ,
അതൊക്കെ ഒഴിഞ്ഞ് സമയം ഉണ്ടാകുമ്പോൾ വരാം. മുഅ്മിനീങ്ങൾ അങ്ങനല്ല. ഏത് പ്രയാസത്തിന്റെയും ഞെരുക്കത്തിന്റെ ഇടയിലും അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർ മുഴുകിയിരിക്കും എന്നുള്ളതാണ്. സഫുകളൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കുക. ഇപ്പൊ തന്നെ പുറകിൽ വരുന്ന ആളുകൾക്ക് സ്ഥലമില്ല. ഒന്ന് ഇങ്ങോട്ട് കയറിയിരിക്കുക സഫിനിടെ. ഒന്ന് ടൈറ്റ് ആയിരുന്ന സഫൊക്കെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവണം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ മുഅ്മിനീങ്ങളെ അള്ളാഹു പരീക്ഷിക്കുന്നത് അവരെ വെറുത്തിട്ടില്ല, അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരാൾ വന്നപ്പോൾ, ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയെ വളരെ അധികം സ്നേഹിക്കുന്നു, ഏറ്റവും അധികം അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയും. അപ്പോൾ ആ സ്വഹാബി അത് തന്നെ പറഞ്ഞു, വീണ്ടും നീ ഒന്നുകൂടെ ആലോചിക്ക്. 3 പ്രാവശ്യം അത് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, എങ്കിൽ നീ ദാരിദ്ര്യത്തെ വിരിപ്പായും രോഗത്തെ പുതപ്പായും സ്വീകരിക്കാൻ നീ തയ്യാറായി കൊള്ളുക. ഏതൊരാള് അള്ളാഹുവിനെയും അവരുടെ റസൂലിനെയും കൂടുതൽ സ്നേഹിക്കുന്നുവോ അവരുടെ സ്നേഹത്തെ, ഇഷ്ടത്തെ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവർക്ക് ദാരിദ്ര്യമുള്ള കൊടുക്കും, രോഗങ്ങൾ അള്ളാഹു കൊടുക്കും. അവരതിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ടോ, അവരതിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിക്കും. എങ്ങനെ? നിങ്ങളിൽ ആരാണ് മുജാഹിദ്, നിങ്ങളിൽ ആരാണ് ത്യാഗം സഹിക്കുന്ന ആളുകളെന്ന് അള്ളാഹുവിന് മനസ്സിലാകുന്നത് വരെ. അള്ളാഹ് അറിയാഞ്ഞിട്ടല്ല, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. അള്ളാഹ് അറിയാം ആരാണ് ത്യാഗികളെന്ന്. പക്ഷെ വ്യക്തമായി നിങ്ങളിൽ നിന്ന് ആ ത്യാഗത്തെ പുറത്തു കൊണ്ടുവരുന്നത് വരെ നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ പരീക്ഷകൾ വരുമ്പോ അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കണം. അവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന്. നിങ്ങൾ അറിയണേ, അള്ളാഹുവിനെ മേലുള്ള ദിക്റല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയല്ലാതെ മനസ്സുകൾക്ക് സമാധാനം നൽകുന്ന മറ്റൊന്നുമില്ല. അപ്പോൾ ഏതൊരു പ്രയാസത്തിലും മനഃശാന്തി ലഭിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങുകയും അവരെ കുറിച്ച് ധാരാളം ദിക്റുകൾ ചെയ്യുകയും അവരെ ഇബാദത്ത് ചെയ്യുകയും മാത്രമാണ് വഴി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺകുട്ടികളെല്ലാം മരണപ്പെട്ടു, അല്ലെ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന 4 ആൺകുട്ടികളും ചെറുപ്പത്തിലേ മരിച്ചു. എങ്ങനെ? ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആൺകുട്ടികളൊക്കെ മരിച്ചപ്പോൾ, അവസാനത്തെ കുട്ടി ഇബ്രാഹിം എന്ന കുട്ടിയും മരിച്ചപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകളൊക്കെ പരിഹസിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ മുഹമ്മദും കൂടെ അങ്ങോട്ട് തീർന്നാൽ കഴിഞ്ഞു, പിന്നെ ശല്യമില്ല, പിന്നെ ഇവിടെ ഇസ്ലാം ഉണ്ടാവൂല, ഒരു ഇതുണ്ടാവില്ല. കാരണം അത് കൊണ്ടു നടക്കാം. സാധാരണഗതിയിൽ ഒരാൾക്ക് ഒരു ആദർശമുണ്ടെങ്കിൽ അയാളുടെ പിൻതലമുറയാണല്ലോ അതുമായി ഏറ്റുപിടിച്ച് മുന്നോട്ട് മക്കളെ അങ്ങനെ വളർത്തുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളൊക്കെ ആൺകുട്ടികളൊക്കെ പോയതോടെ ഇനി എന്തില്ല, ഈ ശല്യം ഒഴിഞ്ഞു എന്ന് പറഞ്ഞ് അബ്തർ, വാല് മുറിഞ്ഞു പോയവൻ എന്ന് പറഞ്ഞ് നബി ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. നബിന്റെ മനസ്സിന് ഒന്നാമത് അവസാന കുട്ടിയായ ഇബ്രാഹിം അലൈഹിസ്സലാം മരിച്ചുപോയ, ആ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചുപോയ സങ്കടം അത് മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള പരിഹാസവുമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ പ്രയാസമായി. അപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, നിങ്ങൾക്ക് നാം ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട്. നബിയെ, നിങ്ങൾക്ക് നാം ഇഹത്തിലും പരത്തിലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും അനുഗ്രഹങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ, പരീക്ഷണ ഘട്ടങ്ങളിൽ നിങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി നിങ്ങൾ നമസ്കാരത്തിൽ അഭയം തേടും നബിയെ. നമസ്കാരം സുജൂദ് വർദ്ധിപ്പിക്കും നബിയെ, നമസ്കരിക്കും നബിയെ, വൻഹറ ബലിയറുകയും ചെയ്യുക നബിയെ. എന്താ പറഞ്ഞത്? നിസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക എന്നാണ്. അപ്പോ പ്രയാസങ്ങളും ദുരിതങ്ങളും പരീക്ഷകളും വരുമ്പോൾ
അള്ളാഹുലേക്ക് കൂടുതൽ. ഈ രണ്ട് കർമ്മവും അള്ളാഹുലേക്കുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളാണ്. ഒന്ന് നമസ്കാരം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്താ വെച്ചാൽ ഫർദുകളും സുന്നത്തുകളൊക്കെ കൃത്യമായി ചെയ്യുക, പുതിയ നിസ്കാരം ഉണ്ടാക്കുക എന്നല്ല. അതുപോലെ വൻഹർ, ബലി എന്ന് പറഞ്ഞാൽ എന്റെ ജീവൻ തന്നെ ഞാൻ അള്ളാഹുവിന് കൊടുക്കാൻ സന്നദ്ധനാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് ബലി. എനിക്കുള്ളതെല്ലാം ഞാൻ അള്ളാഹു സമർപ്പിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നമസ്കരിക്കുകയും ബലിയെറുക്കുകയും ചെയ്യുക എന്നാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ ഇബാദത്തുകളിലേക്ക് മടങ്ങാനാണ്. അതുകൊണ്ട് തന്നെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അതേതെങ്കിലും മ്യൂസിക് കൊണ്ട് കിട്ടുകയില്ല, ഏതെങ്കിലും തെറാപ്പികളെ കൊണ്ട് കിട്ടുകയില്ല, എവിടേക്ക് ടൂർ പോയാലും കിട്ടുകയില്ല, എന്ത് മയക്കുമരുന്ന് അടിച്ചു കയറ്റിയാലും കിട്ടില്ല. മനസ്സിന് ശാന്തത വേണോ, മനസ്സിനെ അടക്കി നിർത്താൻ കഴിയണോ, പടച്ച റബ്ബിലേക്ക് മടങ്ങി അവനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വർഷിച്ചു തരും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാ നിങ്ങൾ കണ്ടില്ലേ, പലസ്തീനിലെ കുട്ടികൾ ആ ബോംബ് വർഷം, ഷെല്ലാക്രമണം സഹിച്ച് ശരീരം കീറി മുറിക്കുമ്പോ ഒരു അനസ്തേഷ്യയുമില്ലാതെ വിശുദ്ധ ഖുർആൻ കേട്ട് ആ തഖ്വയോട് അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഒരു അനസ്തേഷ്യയില്ലാതെ കൈകാലുകളും ശരീരം കീറി മുറിക്കുന്ന രംഗങ്ങള്, ഇതൊന്നും തമാശയല്ല, കഥയല്ല, സ്വഹാബികളുടെ കാര്യം നടക്കുന്നതല്ല, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ്. അവിടെയൊക്കെയും അവർക്ക് ധൈര്യം പകരുന്നത്, അവർക്ക് സമാധാനം നൽകുന്നത് അള്ളാഹുവിന്റെ ദിക്റുകളാണ്, തവക്കുലാണ്, സമർപ്പണമാണ്. അതിനോളം വലിയ ഒരു മയക്കുമരുന്നില്ല, ഒരു അനസ്തേഷ്യയില്ല, ഒന്നിനും നമ്മളെ ശ്രമിപ്പിക്കാൻ കഴിയില്ല. റബ്ബിലേക്കുള്ള ആ മടക്കം അത് മാത്രമാണ്. അതിൽ വിജയം കണ്ടെത്തിയവരാ സ്വഹാബാക്യര. ഒരുപാട് ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല, അന്നത്തെ കാലത്തുണ്ടായിരുന്ന അത്യാധുനികമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. വെറും ശരീരം, അതും നോമ്പെടുത്തും പട്ടിണി കിടന്നും പ്രയാസപ്പെട്ട ശത്രുക്കൾ, അത്ര പോലും മസിൽ പവറില്ലാത്ത സാധാരണ ജനങ്ങൾ, അവർക്കുണ്ടായിരുന്ന അസാധാരണത്വം എന്തായിരുന്നു? അവരുടെ മനസ്സിനകത്തുള്ള ഈമാന. ആ ഈമാൻ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി മാറ്റിയിട്ട് റോമാ സാമ്രാജ്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നീന്താൻ അറിയാത്ത സ്വഹാബികളാണ് ആ കടലിടുക്ക് നീന്തി കടന്നത്. നീന്തൽ പഠിച്ചിട്ടില്ലാത്ത സ്വഹാബയാണ് ആ റോമാ കടലിടുക്കിലേക്ക് ചാടി അങ്ങോട്ട് പോയത്. അതെന്താ അവരെ പഠിപ്പിച്ചത്? എന്താണ് അവർക്ക് ആ വീര്യം നൽകിയത്? മനസ്സിലുള്ള പടച്ചവനുള്ള ആത്മാർത്ഥമായ ഒരു നിഷ്കളങ്കയുമില്ലാത്ത സമ്പൂർണമായ സമർപ്പണം. അതാണ്. അതുകൊണ്ട് എന്നും നമുക്ക് രക്ഷയുള്ളൂ. അത് നമ്മളിങ്ങനെ കുറയുമ്പോൾ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായി മാറും. എത്ര രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, അള്ളാഹു നമ്മളെ സംരക്ഷിക്കണമോ സ്നേഹിക്കണമോ ആ റബ്ബിനുള്ള തവക്കുൽ ഉണ്ടാവണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഏതൊരാൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ, വമൻ യത്തഖില്ലാഹ്, ഏതൊരാൾ തഖ്വയോടുകൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നുവോ, യജ്അൽ ലഹു മഖ്റജാ, അവർക്ക് അല്ലാഹു ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവർക്ക് വിജയത്തിന്റെ ഒരു മാർഗം അല്ലാഹു തുറന്നു കൊടുക്കും. എന്ത് വേണം? തഖ്വയുണ്ടാവണം. തഖ്വയുണ്ടായാൽ അല്ലാഹു വിജയത്തിന്റെ വഴി, സഹായികളെയും സഹായത്തെയും അല്ലാഹു എത്തിച്ചു കൊടുക്കും. അതുമാത്രമല്ല, അവർ ചിന്തിക്കാത്ത, അവരുടെ മനസ്സിലൊരു ലോജിക്കും തോന്നാത്ത രൂപത്തിൽ അല്ലാഹു അവർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുകയും ചെയ്യും. അള്ളാന്റെ കാര്യത്തിൽ ലോജിക്ക് ഇല്ല. പടച്ചവന്റെ സഹായത്തിൽ ഒരു ലോജിക്കും ഇല്ല. എന്ത് ലോജിക്കലാ ഹാജരാഹുവിന്റെ സംസം വെള്ളം കിട്ടിയത്? എങ്ങനെ കിട്ടിയത്? എന്തെങ്കിലും വന്ന് തോണ്ടിയോ? അവർ കുഴിച്ചോ? അവിടെ വെള്ളം തന്ന ആരെങ്കിലും വന്ന് പറഞ്ഞോ? എങ്ങനെയാ സംഭവിച്ചിട്ട് 4000 വർഷം കഴിഞ്ഞു 30 ലക്ഷം ആളുകൾ കുടിച്ചും കന്നാസിൽ കൊണ്ടുവന്നിട്ടും വറ്റാത്ത ഒരു കിണർ, പാതാളം വരെ താഴ്ചയൊന്നും ഇല്ല. അതിന് ഒരു 10-25 അടി 20 അടി താഴ്ച ഉണ്ടാവും. അതില്
ആ കടലിൽ നിന്ന് ഇത്ര അത്ഭുതകരമായ വെള്ളം ഇപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അതെന്ത് ലോജിക്കാവുള്ളത് സഹോദരന്മാരെ? ഈമാനിന്റെ ലോജിക്ക് മാത്രമാണ് അതിലുള്ളത്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഈമാൻ എപ്പോൾ മുസ്ലിം സമൂഹത്തിന് തിരിച്ചു വരുന്നുവോ അവർക്ക് പഴയ പ്രതാപവും പ്രശസ്തിയും അല്ലാഹു തിരിച്ചു നൽകും. അത് പോകുന്നിടത്തോളം വഹന ബാധിക്കും. എന്താണ് വഹന? ദുനിയാവോടുള്ള വല്ലാത്ത പ്രേമം, അതിന്റെ പേരിൽ നിസ്കാരമോ ഇബാദത്തോ ആദർശമോ കുടുംബ ബന്ധങ്ങളോ സാമൂഹ്യ പ്രതിബദ്ധത ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പണം പണം എന്ന ചിന്ത മാത്രം ഉണ്ടാകും. ദുനിയാവിന്റെ സുഖമായ ചിന്ത മാത്രം ഉണ്ടാവും. വേറെ ഒന്നും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവില്ല. ആ സമൂഹത്തിന് സമൂഹത്തിന് എന്ത് തിന്മ നടന്നാലും എന്ത് കൊള്ളരായവകൾ നടന്നാലും പ്രതികരിക്കാൻ ഭയമായിരിക്കും. കാരണം കൊന്നു കളയുമോ, ഞങ്ങൾ മരിച്ചു പോകുമോ, ഞങ്ങൾ കൊല്ലോ, മരിക്കാനുള്ള പേടി, മരണത്തെ കുറിച്ചുള്ള പേടി, ഇത് രണ്ടും നിങ്ങളെ ബാധിക്കും. അതാണ് വഹ്ന് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തഖ്വയിലേക്ക് തിരിച്ചു പോകണം. എന്താണ് തഖ്വ? അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. അവന്റെ തീരുമാനമില്ലാതെ ഒന്നും നടക്കുകയില്ല. അവന്റെ ഇഷ്ടത്തിന് വിപരീതമായി ഞാൻ നടക്കില്ല എന്ന ആ തീരുമാനമാണ് തഖ്വ. പടച്ചവന് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യൂ എന്ന തീരുമാനമാണ്. നോക്കൂ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന മറ്റൊരു സംഗതിയാണ് സൗമ്യത ഉണ്ടാവുക എന്നുള്ള സ്വഭാവത്തിൽ സൗമ്യത ഉണ്ടാവണം. സൗമ്യമായിരിക്കണം നമ്മുടെ സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യമായിരുന്നു. തന്നെ ആക്രമിക്കാൻ വരുന്ന, തന്നെ അപമാനിക്കുന്ന, ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം വൃത്തികെട്ട വാക്കുകൾ പറയാമോ അതെല്ലാം പറഞ്ഞ് അല്ലാഹു റസൂൽ അപമാനിച്ചു. എന്നിട്ടും റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് ഒരു വൃത്തികേട് വന്നിട്ടില്ല. ഒരാളെയും അടിച്ചിട്ടില്ല, ഒരാളെയും ശപിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക്. സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു പറയുന്നു, വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ്, ഓ നബിയേ, നിങ്ങളുടെ ഹൃദയമെങ്ങാനും പരുഷമായിരുന്നുവെങ്കിൽ, റഫ്ഫായ ഒരു സ്വഭാവമായിരുന്നു നിങ്ങളുടേതെങ്കിൽ, ലം ഫളൂ മിൻ ഹൗലിക, നിങ്ങളുടെ അടുക്കൽ നിന്ന് ആളുകൾ ഓടിപ്പോകുമായിരുന്നു, ആരും നിൽക്കുമായിരുന്നില്ല. എന്നാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സെങ്ങനെയാ? എല്ലാ അക്രമങ്ങളും ചെയ്യുന്ന, തന്നെ കൊല്ലാൻ കാത്തിരിക്കുന്ന അബൂജഹലിനെ മദീനയിലേക്ക് ഹിജറ പോകുന്ന തലേ ദിവസം കാബയിൽ വെച്ച് കണ്ടപ്പോ രണ്ടു കൈയും തോളിൽ വെച്ചുകൊണ്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, ഉമറെ, റസൂലുള്ളാഹി ഒരിക്കലും അബൂജഹൽ എന്ന് വിളിച്ചിട്ടില്ല. അബൂജഹൽ എന്ന് നാട്ടുകാർ വിളിച്ചത് അവന്റെ വിവരക്കേട് കൊണ്ട്. ഉമറാണ് അവന്റെ പേര്. ഉമറെ, നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും സത്യമാണെന്ന് ബോധ്യമായില്ലേ? നരകത്തിന്റെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ എനിക്ക് തോന്നുന്നില്ല ഉമറെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. തന്നെ നശിപ്പിക്കാൻ, കൊല്ലാൻ വേണ്ടി തന്ത്രങ്ങളിൽ നടത്തുന്ന ശത്രുവിനെ മുന്നിൽ കിട്ടിയപ്പോ അയാളുടെ തോളിൽ കൈവച്ച് അയാൾ നരകത്തിലേക്ക് പോകുമല്ലോ എന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് കരയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ കണ്ണും നിറഞ്ഞു. അബൂജഹൽ പെട്ടെന്ന് തന്നെ തലതിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ്. തന്റെ മകളെ ചവിട്ടിക്കൊന്ന, തന്റെ എളാപ്പിയെ വെട്ടി കഷ്ണങ്ങളാക്കി വലിച്ചെറിഞ്ഞ ആ സമൂഹത്തെ മുന്നിൽ കിട്ടിയപ്പോൾ അൽ-യൗമുൽ മർഹം, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണെന്ന് പറഞ്ഞ്, അൻതുമുൽ തുലഖാ, നിങ്ങൾ എല്ലാവരും മോചിതരാണ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും മാപ്പ് കൊടുത്ത വിശാലത ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അല്ലാതെ വേറെ ഏതൊരു മനുഷ്യനിലാണ് കാണാൻ കഴിയുക. പ്രിയമുള്ളവരെ, അതേ ഉമ്മത്തിന് ആ സ്വഭാവം ഉണ്ടാകണം. നമ്മൾ അനാവശ്യമായി കോപിക്കുന്ന, ആളുകളോട് പരുഷമായി പെരുമാറുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഒരു മുഅ്മിനിന്റെ മനസ്സ് എപ്പോഴും എല്ലാവരോടും ഒരു വൈരാഗ്യവും ഇല്ലാത്ത ഒഴിഞ്ഞ മനസ്സായിരിക്കണം. ഒരു മുഅ്മിനിന്റെ മുഖം പുഞ്ചിരിക്കുന്ന മുഖമാവണം. മുഅ്മിനിന് മാത്രമേ അത് കഴിയൂ. ഏതവസ്ഥയിലും മറ്റുള്ളവരോട് പുഞ്ചിരിക്കാൻ അത് മുഅ്മിനുകൾക്ക് മാത്രമേ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബ്ദുൽ ഖൈസിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന ഫീക ലഖസ്റതൈൻ യുഹിബ്ബുഹുമുല്ലാഹ്,
ഓ അബ്ദുൽ ഖൈസ്, നിന്നെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന 2 ഗുണങ്ങൾ നിന്നിലുണ്ട്. ഒന്ന് അൽ ഹിൽം, നീ വളരെ സൗമ്യനാണ്, നീ സോഫ്റ്റാണ്, അള്ളാഹ് നിന്നെ ഇഷ്ടപ്പെടുന്നു. വൽ അനാത്ത്, എന്ത് കാര്യം ചെയ്യുന്നതിലും നിനക്കൊരു അവധാനതയുണ്ട്, ഒരു ഹറിബറിയില്ല, വളരെ അവധാനയോടെ ചിന്തിച്ച് ബുദ്ധിയോടെ നല്ല രീതിയിൽ നീ ചെയ്യൂ. ഇത് 2 അനുഗ്രഹങ്ങൾ നിനക്ക് അള്ളാഹ് നൽകിയിട്ടുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇത് അബ്ദുൽ ഖൈസിനൊന്നും അറിയില്ല, അള്ളാഹു റസൂലിനെ അറിയിച്ചു കൊടുത്തത് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ അറിയിക്കുകയാണ്. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന 2 ഗുണങ്ങളാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ പറയുന്നത് കാണാം, വലമൂ അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, നിങ്ങൾ അറിയണേ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അള്ളാഹു ഹലീമാണ്, വളരെ സൗമ്യനാണ്, വളരെ സൗമ്യതയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന ചില ആളുകളുണ്ട്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നന്മകൾ കൂടുതലാണ്. എന്നാലും ആ തെറ്റുകൾ അള്ളാഹു അവരറിയിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പിതാവ് തന്റെ മകനെ വിളിക്കുന്നത് പോലെ ആ മുഅ്മിൻ അടുത്തേക്ക് വിളിക്കുമെന്നാണ്. തന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അയാളോട് ചോദിക്കും, അല്ല എന്താ ചെയ്യാ, സ്വർഗത്തിൽ പോണ്ടേ? ആ പോണം. ഇത് നീ ചെയ്തതല്ലേ? അവന്റെ റെക്കോർഡിൽ കാണിച്ചു, ഇതൊക്കെ നീ ചെയ്തതല്ലേ? ആ ചെയ്തതാണ്. ഞാനിത് ആരെയും അറിയിച്ചിട്ടില്ല കേട്ടോ, ഇത് ഞാൻ പരസ്യമാക്കിയിട്ടില്ല, ആരും അറിയാതെ നീ ചെയ്ത് ഞാൻ പരസ്യമാക്കിയിട്ടില്ല, ഇപ്പോഴും ഞാൻ പരസ്യമാക്കുന്നില്ല, അതൊക്കെ നിനക്ക് ഞാൻ പുറത്തു വന്നു സ്വർഗത്തിൽ പോയിക്കോ. ഒരു വാപ്പ എന്ന് നോക്കി എന്ത് അള്ളാഹുവിന്റെ ആ കാരുണ്യം, ആ സൗമ്യത. പടച്ചറപ്പ് അങ്ങനെയുള്ളവരാ, നമ്മളെ നരകത്തിലിടാൻ വേണ്ടി കാത്തിരിക്കുന്നവരല്ല, നമുക്ക് പുറത്തു തരാൻ രാവും പകലും കൈനീട്ടിയിരിക്കുന്ന റബ്ബ്. ആ റബ്ബ് സൗമ്യനാണ്. ഈ അണ്ടകടാഹങ്ങളെല്ലാം ഉടമസ്ഥനായ അള്ളാഹു സൗമ്യനാണെങ്കിൽ നമ്മൾ എത്ര സൗമ്യരാവും, എത്ര സോഫ്റ്റ് ഉള്ളവരാകണം പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്, തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം ലഹലീമുൻ, വളരെ സോഫ്റ്റായ മനുഷ്യനാണ്, വളരെ സൗമ്യതയുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളുമാണ് ഇബ്രാഹിം നബിയുടെ. വളരെ മാന്യമായ സംസാരമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നബിയുടെ സ്വഭാവത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിൽ നിന്ന് പണ്ഡിതന്മാരെ റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവധാനതയുണ്ടല്ലോ, അവിടുത്തെ സൗമ്യത, അത് ജഹാലത്തിനെ അതിജയിച്ചിരിക്കുന്നു. എന്താ ജഹാലത്തിനെ അതിജയിക്കുക എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തോട് വിവരമില്ലാത്ത ജാഹിലീങ്ങള് എത്ര കഠിനമായി എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും അദ്ദേഹത്തിന് അതൊക്കെയും അള്ളാഹുവിന്റെ റസൂലിനെ കൂടുതൽ സോഫ്റ്റ് ആക്കുകയല്ലാതെ, കൂടുതൽ ക്ഷമയും കൂടുതൽ വിട്ടുവീഴ്ചയുമുള്ള ഏറ്റവും സൗമ്യനായി മാറ്റുകയല്ലാതെ റസൂലുള്ളാഹിനെ ഒരിക്കലും മോശമായ പരുഷമായ സ്വഭാവക്കാരനാക്കിയിട്ടില്ല എന്ന് സ്വഹാബത്തുൽ കിറാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുക. നോക്കൂ, അതേപോലെ തന്നെ ക്ഷമയും സാവകാശവും ഉണ്ടാവണം, ക്ഷമയുണ്ടാവണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ക്ഷമിക്കുന്നവരെ അള്ളാഹു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുത്തഹിരീൻ ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ധാരാളം സംഗതികളുണ്ട്. ഇതൊരു മുഅ്മിന്റെ സ്വഭാവമാകണം. ചെയ്തു പോയ തെറ്റുകളിൽ തൗബ ചെയ്യുന്ന, പടച്ചവന്റെ മുമ്പിൽ കരയുന്ന പ്രാർത്ഥിക്കുന്ന സ്വഭാവം, ശുദ്ധിയോടെ എപ്പോഴും വൃത്തിയുള്ളവരായി നടക്കുക. ഒരു മുഅ്മിൻ നജസാവില്ല എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. ഒരു മുഅ്മിൻ നജസാവുകയില്ല, എപ്പോഴും വൃത്തിയാണ്. ഏത് സമയത്തും നിസ്കരിക്കാൻ കഴിയാവുന്ന വൃത്തിയുള്ള ശരീരമായിരിക്കും ഒരു മുഅ്മിനിന്റേത്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മുഅ്മിനുകളെ കൂടെ വൃത്തിയോടെ നടക്കണം. അതുപോലെ തന്നെ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്, ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അള്ളാഹു ക്ഷമയുണ്ടാവണം ജീവിതത്തിൽ. അക്ഷമരായ സമൂഹത്തിൽ ദേഷ്യപ്പെടുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകള്
ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രവർത്തികളെ കൊണ്ട് ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കണം, ക്ഷമയുള്ളവരാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് ഏറുകൊണ്ട് നടക്കാൻ കഴിയാതെ വരുമ്പോഴും റസൂൽ പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയുമോ? അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, ഈ സമൂഹത്തിന്, എന്റെ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണേ. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിനെ എറിഞ്ഞ് വിഷമിപ്പിച്ചത് എന്റെ സമുദായത്തെ എന്നാ പറഞ്ഞത്. ഇത് എന്റെ സമൂഹമാണ്, ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അവർ വിവരമില്ലാത്തവരാണ് പഠിച്ചവനെ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ക്ഷമയുടെയും വിശാലതയുടെയും മനസ്സുള്ള, ലോകത്ത് തുല്യതയില്ലാത്ത ഒരു മഹാനുഭാവനായിരുന്നു. അതുപോലെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് സംസാരത്തിൽ സത്യസന്ധത പുലർത്തുക. സംസാരത്തിൽ സത്യസന്ധത പുലർത്തുക. തനിക്ക് കിട്ടാൻ വേണ്ടി, തനിക്ക് നേടിയെടുക്കാൻ വേണ്ടി എന്ത് നുണയും പറയുക, എന്തും മാറ്റി പറയുക, വാക്കുകൾ മാറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറയുക, വാക്കുകൾ മാറ്റി പറയുക. ഇങ്ങനെ തന്റെ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് സംസാരം വളച്ചൊടിക്കുക. ഈ സ്വഭാവം ഒരു മുഅ്മിൻ ഉണ്ടാവാൻ പാടില്ല. അള്ളയും റസൂലും ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആർക്കാണോ ഇഷ്ടം എങ്കിൽ സംസാരിക്കുമ്പോൾ സത്യസന്ധമായി സംസാരിക്കട്ടെ. അതെ, നമ്മുടെ ആളുകൾക്ക് എതിരാണെങ്കിലും സത്യമേ പറയാവൂ. നമ്മുടെ ആൾക്കാർക്ക് അത് എതിരാവുന്നുള്ള നുണ പറയാനോ മറ്റുള്ള വഞ്ചിക്കാനോ പാടില്ല. അതാണ് ഇസ്ലാം. സത്യസന്ധമായിട്ട് വർത്തമാനം പറയുക, പെരുമാറുക എന്ന് റസൂൽ പറഞ്ഞ കാണാൻ കഴിയും. അള്ളാഹുവിനും മദ്യത്തിലും വിശ്വസിക്കുന്നവരാരോ അവർ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വെറുതെ വാചകം അടിക്കണം. നല്ലതൊന്നും പറയാനില്ലെങ്കിൽ എന്ത് ചെയ്യാ? മിണ്ടാതിരിക്കുക, വായടച്ചിരിക്കുക, പറയണം, നല്ലത് പറയുക എന്നാണ്. അതുപോലെ തന്നെ അമാനത്ത് സൂക്ഷിക്കുക. അമാനത്ത് അത് പള്ളി ഭരണമാണെങ്കിലും, രാജ്യത്തിന്റെ ഭരണമാണെങ്കിലും, കുടുംബത്തിന്റെ ഭരണമാണെങ്കിലും, അതുപോലെ എന്തെങ്കിലും ആളുകൾ ഒരു സാധനം സൂക്ഷിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം നമ്മുടെ കയ്യിൽ തന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും അമാനത്താണ്. ഏതുവരെ റസൂൽ പറഞ്ഞു, ഒരാളെ നിന്നോടൊരു സ്വകാര്യം പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുക, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് അമാനത്താണ്. നീയും അവനും അല്ലാതെ മറ്റൊരാളത് അറിയാൻ പാടില്ല. അമാനത്ത് നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്താണെന്നറിയോ? അവർക്ക് സിറാത്ത് പാലത്തിൽ നിർത്തലാണ് അവരുടെ ശിക്ഷ. സിറാത്ത് പാലത്തിൽ നിർത്തും. നല്ല സുഖമാണ്. ഉക്കടത്തെ പാലം പോലെ ആയിരിക്കൂലേ? ഉക്കടത്തെ പാലം പോലെയല്ല സിറാത്ത് പാലം. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. സിറാത്ത് പാലം എന്നത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും എണ്ണയേക്കാൾ വഴുവഴുപ്പുള്ളതും അടിയിൽ ചെമ്പ് കമ്പികളെക്കാൾ കൂർത്ത മൂർച്ചയുള്ള മുള്ളുകളുള്ളതും സൈഡിൽ മനുഷ്യന്റെ ശരീരത്തിലേക്ക് കൊളുത്തി വിളിച്ച് മാംസങ്ങൾ തെറിക്കുന്ന കൊളുത്തുകളുള്ളതുമായ പാലമാണ് സിറാത്ത്. ആ സിറാത്തിൽ നിർത്തിവെക്കും. സ്വർഗത്തിന്റെ നരകത്തിനും ഇടയിലുള്ള നരകത്തിന്റെ മുകളിലുള്ള പാലത്തിൽ. അതാണ് അമാനത്ത് നഷ്ടപ്പെടുത്തിയവർക്കുള്ള ശിക്ഷ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുക. അയൽവാസികൾ ഇന്ന് സാമൂഹിക ബന്ധങ്ങൾ വളരെ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അയൽവാസി ജൂതനായിരുന്നു. ഇവിടെ എന്തൊരു ഭക്ഷണം ഉണ്ടാക്കിയാലും അത് ജൂതന് കിട്ടാതിരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടം വാങ്ങിയത് പോലും ജൂതനോടാണ്. അങ്ങനെ അയൽപക്ക ബന്ധം മതം നോക്കാതെ, ജാതി നോക്കാതെ, ഭാഷ നോക്കാതെ അയൽവാസികളെ സ്നേഹിക്കുക. അയൽവാസികളുടെ ഉപദ്രവം സഹിച്ചാൽ സഹിക്കുന്നവന്റെ സ്വർഗം, അയൽവാസിയെ ഉപദ്രവിച്ചാൽ ഉപദ്രവിക്കുന്നവന്റെ നരകം. അതുകൊണ്ട് ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളുടെ ആളുകളായി നമ്മൾ മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. إن الحمد لله كثيرا طيبا مباركا فيه يحب ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട്
ജീവിതത്തോടെ ഉടനീളം തഖ്വയോടെ നിലകൊള്ളുകയും പരിപൂർണ്ണ മുസ്ലിമായിക്കൊണ്ട് മാത്രം ഈ ലോകത്ത് നിന്ന് വിടകൊള്ളുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തോടെന്ന പോലെ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്ത് വന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഏതാനും ചില സാമ്പിളുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ജീവിതം മുഴുവൻ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന, അള്ളാഹിന്റെ ഇഷ്ടത്തിന് പരിഗണന കൊടുക്കുന്നവരായി ഒരു മുഅ്മിൻ മാറണം. എങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യവും ധൈര്യവും വിജയവും സമാധാനവും ഉണ്ടാവും, പരലോകത്ത് സ്വർഗവും ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ അങ്ങകലെ നമ്മുടെ പലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ നിഷ്ഠൂരം യഹൂദരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞ ഒരു നാള് വരും, അതിലേക്കുള്ള പ്രയാണമാണത്. അതുകൊണ്ട് നമുക്ക് ആശങ്കയില്ല, പക്ഷേ സങ്കടമുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ മുട്ടായിപ്പൊതികൾ കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ കാത്തു നിൽക്കുമ്പോൾ വാപ്പ തന്നെ ഇല്ലാത്ത ആയിരങ്ങളായി ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വിധവകളും അനാഥകളുമായി നിരാലംബരായി ഒരു തുണ്ട് റൊട്ടിക്ക് വേണ്ടി കരയുന്ന, ഒരു തുള്ളി വെള്ളത്തിന് പ്രയാസമുള്ള അവസ്ഥയിലേക്ക് അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവരുടെ ഈമാൻ അവരവരുടെ നാട്ടിൽ നിന്ന് പോകാൻ തയ്യാറല്ല. ഞങ്ങളെ മരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ഖുദ്സിന്റെ മണ്ണിൽ തന്നെ ഞങ്ങളെ മരിക്കും എന്ന നിശ്ചയദാർഢ്യത്തിൽ ആ സമൂഹം അവിടെ നിലകൊള്ളുകയാണ്. അള്ളാഹു അവർക്ക് വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ദിവസമാണ്. അള്ളാഹുവിന്റെ വിജയം സമാധാനവും ക്ഷമയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശത്രുക്കളുടെ വീര്യത്തെയും തന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ അവർ പ്രതികരിക്കാതായപ്പോൾ ഖത്തറിലേക്കും ബോംബ് വർഷിച്ചിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾ ഇടും എന്ന അഹങ്കാരത്തിന്റെ ദാഷ്ട്യത്തിന്റെ വാക്കുകൾ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാട് മാത്രമല്ല, ഏഷ്യയിൽ മുഴുവൻ അന്നം നൽകുന്ന അള്ളാഹു അന്നദാതാക്കളായി അള്ളാഹു മാറ്റിയ ആ അറേബ്യൻ ഉപദ്വീപ്, അവിടെ വരുന്ന എല്ലാ പ്രയാസവും മൊത്തം എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. അള്ളാഹു ആ പ്രദേശത്തെ സമാധാനവും സുരക്ഷയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. തിന്നു കുടിച്ച് ബിരിയാണി തിന്നിട്ട് ഇങ്ങനെ സുഖിച്ചിരിക്കുമ്പോൾ അവരെ മറന്നു പോകരുത്, പ്രാർത്ഥന മറന്നു പോകരുത്. നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏക സഹായം കരളലിഞ്ഞ് കണ്ണ് നിറഞ്ഞ് അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക മാത്രമാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതിയിൽ പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മഹാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, CH മുഹമ്മദ് കോയ. അദ്ദേഹത്തിന്റെ മകൻ MK മുനീർ സാഹിബ്, അദ്ദേഹവും പിതാവിന്റെ അതേ പാതയിൽ ധാരാളം നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിന് അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന്റെ ഗുണമായി ശക്തിയായി വീണ്ടും നിലകൊള്ളാൻ പ്രവർത്തിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യവും ആയുസ്സും നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ, അതേപോലെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ധാരാളം ആളുകൾ പലതരത്തിലുള്ള ഓപ്പറേഷനുകളുമായി പല ഹോസ്പിറ്റലുകളിലും എന്നുണ്ട്. എല്ലാവരുടെയും രോഗവും അതിനുള്ള കൃത്യമായ ചികിത്സയും അറിയുന്ന അള്ളാഹുവാണ്. അള്ളാഹു കൃത്യമായ ഒരു ചികിത്സ നൽകി അവർക്കെല്ലാം ആരോഗ്യമുള്ള ദീർഘായുസ്സ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വൃദ്ധരായ മാതാപിതാക്കൾക്ക് അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبح حلقنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله وصحبه.